ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 19/12/2024 മുതൽ 21/12/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് നോക്കാൻ ഡെസേർട്ട് നൈറ്റ് ആണ്. ഓക്കെ, എന്താണ് ഡെസേർട്ട് നൈറ്റ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ എന്താണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്ത്യ, ഫ്രാൻസ് ആൻഡ് UAE ഹാവ് ബീൻ ഡെസേർട്ട് നൈറ്റ് എക്സസൈസ് ഓവർ അറേബ്യൻ സീ. ഓക്കെ, അതായത് എന്താണ് ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഏതെന്ന് വിളിക്കുന്നത്, ഡെസേർട്ട് നൈറ്റ് എന്ന് വിളിക്കുന്ന അറേബ്യൻ സീയുടെ മുകളിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, ഫ്രാൻസ് ആൻഡ് UAE. ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഏത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, ഡെസേർട്ട് നൈറ്റ് എന്നാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എന്താണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ട്രൈലാട്രൽ എയർ കോമ്പാക്ട്, അതായത് മൂന്ന് രാജ്യങ്ങളുടെ എന്താണ് എയർഫോഴ്സിന് തുല്യമായ, അല്ല ഇന്ത്യയുടെ എയർഫോഴ്സിന് തുല്യമായ മൂന്ന് രാജ്യങ്ങളുടെ ഫോഴ്സസാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. എന്താണ് ഫോസ്റ്റർ ബെറ്റർ ഇൻഡർ പ്രോബബിലിറ്റി എമംഗ് എയർ ഫോഴ്സസ് ഓഫ് 3 nations, അതായത് മൂന്ന് രാജ്യങ്ങളുടെ എയർ ഫോഴ്സസ് അവരുടെ മിലിറ്ററി ഏരിയാസ് സ്ട്രോങ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് വിളിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ്? സുഖോയ് 30 MKI ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് പാർട്ടിസിപ്പേറ്റിന്. കൂടാതെ ഏതാണ് ജാഗ്വേഴ്സും. ഇനി ഫ്രഞ്ച് എന്താണ് റാഫിൾ ജെറ്റ്സ്, അതുപോലെ തന്നെ UAE എന്നാണ് F-16 ഫൈറ്റേഴ്സ് വെച്ചിട്ടാണ് ഇതിലെന്താണ് പങ്കെടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഡിഫൻസ് ഏരിയ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സാധാരണഗതിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ എന്താണ് ഈ മിലിറ്ററി ഓപ്പറേഷൻസ് എന്താണ് വളരെയധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ് ജോർജിയാണ്, ഒരു സ്ഥലമാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ആൻഡ് ക്യാപിറ്റൽ എവിടെയാണ് പറയുന്നത്, തെബിൽസിയാണ്. ആൻഡ് ന്യൂസിൽ വരാൻ കാരണം എന്താണ് 11 Indians ഹാവ് ഡൈഡ് ജോർജിയ ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു സ്ഥലം അഥവാ മാപ്പാണ് ന്യൂസിൽ വരുന്നതെങ്കിൽ അതിൽ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് എന്ന് വിളിക്കുന്നത് ആ രാജ്യത്തിൻ്റെ എന്താണ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സാണ്. ഒന്നെന്താണ് നമ്മൾ നോക്കേണ്ടത്, ആ രാജ്യത്തിൻ്റെ എന്താണ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സും. രണ്ടെന്താണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതെന്ന് വിളിക്കുന്നത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ ന്യൂസിൽ വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുക. ഒന്നെന്താണ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ രണ്ടെന്താണ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, ഇനി ഇതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഈസ്റ്റേൺ യൂറോപ്യൻ റീജിയൻ ഓഫ് സൗത്ത് കോസസിലാണ് ഇതെന്ത് ചെയ്യുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്ന. ഇനി ഇതിൻ്റെ ബൗണ്ടറീസ് ആണല്ലേ, നമുക്ക് ഏതൊരു മാപ്പ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ബൗണ്ടറീസ് എന്ന് വിളിക്കുന്നത് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു മാപ്പിലേക്കൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മാപ്പ് ഏതൊക്കെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൻ്റെ ബൗണ്ടറീസിൽ കാണുന്നത്. അല്ലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ തുർക്കിയുണ്ട്, അർമേനിയ ഉണ്ട്, അസർബൈജാൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റഷ്യ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും കടലുണ്ടെങ്കിൽ ആ കടൽ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ മാപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിൽ ബൗണ്ടറീസ് നോക്കുമ്പോൾ റഷ്യയാണ് ഇവിടെ കാണാൻ പറ്റുക, നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് അല്ലേ. നമുക്കറിയാം ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ ഇതിൻ്റെ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റിൽ ആരാണ് വരുന്നത്, റഷ്യയാണ് വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ അസർബൈജാൻ ഉണ്ട്, ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ആണ്. അർമേനിയ ആൻഡ് തുർക്കിയാണ് സൗത്തിൽ. ഇനി സീ ബൗണ്ടറീസ് ഏതാണ്, ബ്ലാക്ക് സീ ആണ്. ഓക്കെ, വെസ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഏതാണ് ബ്ലാക്ക് സീ ആണ്. എപ്പോഴും നമ്മൾ ഒരു മാപ്പ് നമുക്ക് കൃത്യമായ ഐഡിയ ഉണ്ടാവണം അല്ലേ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ വെസ്റ്റ് സൈഡിൽ ഏതാണ് കാണപ്പെടുന്നത്, ബ്ലാക്ക് സീ ആണ് കാണപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മൗണ്ടൈൻ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏതാണ് ഗ്രേറ്റ് കോസസ് റേഞ്ചിൻ്റെ ഭാഗമാണ്. ഇനി ബയോഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ലൊക്കേറ്റഡ് ഇൻ WWFs അഥവാ വേൾഡ് ഫണ്ട് ഫോർ നാച്ചറിൻ്റെ ഭാഗമാണ്. പ്രിയോറിറ്റി എന്താണ് ബ്ലാക്ക് സീ ബേസിനാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് 2 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഐഡൻറ്റിഫൈഡ് കൺസർവേഷൻ ഇൻ്റർനാഷണൽ ദ കോസസ് ആൻഡ് ഇറാൻ ആൻറ്റോളിയൻ ആണ്. ആൻഡ് കോൺഫ്ലിക്റ്റ് റീജിയൻസ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം
ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത്. തുളസി ഗൗഡ. ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1944 മുതൽ 2024 വരെയാണ് ആരുടെ കാലഘട്ടം? തുളസി ഗൗഡയുടെ കാലഘട്ടം. എന്താണ്? ദ എൻവയോൺമെൻറ്റലിസ്റ്റ് ആൻഡ് പത്മശ്രീ അവാർഡി തുളസി ഗൗഡ പാസ്ഡ് അവേ റീസെൻ്റ്ലി. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ അടുത്ത കാലത്ത് മരിച്ചു. അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം. ഇവിടെ നമുക്ക് നോക്കാനുള്ള പ്രൊഫൈലാണ്. നമ്മൾ കാലഘട്ടം നോക്കി, കാലഘട്ടം എത്ര മുതൽ എത്ര വരെയാണെന്ന് പറഞ്ഞ് 1944 മുതൽ 2024 വരെയാണ്. ഇനി ഇവരെവിടെ ജനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹലക്കി ട്രൈബൽ ഫാമിലിയാണ് ജനിക്കുന്നത്. എവിടെ? കർണാടകയിലെ ഹൊണാലി വില്ലേജിൽ. അതുപോലെ തന്നെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻസൈക്ലോപീഡിയ ഓഫ് ദി ഫോറസ്റ്റ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെട്ടിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ബൈ ഹെർ ട്രൈബ് ആസ് ദ ട്രൈ ഗോഡസ് ബിക്കോസ് ഓഫ് ഹെർ നോളേജ് ഓഫ് ദ ഫോറസ്റ്റ്. അതുപോലെ തന്നെ ട്രൈബ്സിലെ ആൾക്കാരെ എന്താ വിളിച്ചിരുന്നത്? ട്രീ ഗോഡസ് എന്നുള്ള പേരിൽ അവരെ വിശേഷിപ്പിച്ചിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഷീ ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് പ്ലാന്റിങ് ആൻഡ് ന്യൂട്രിങ് ഓവർ 1 lakh trees അക്രോസ് കർണാടക. ഏകദേശം കർണാടകത്തിലായിട്ട് 100,000-ഓളം മരങ്ങളാണ് ഇവർ വെച്ച് പിടിപ്പിച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ആദര സൂചകമായിട്ട് 2021 എന്ത് ചെയ്തു? പത്മശ്രീ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആചരിച്ചായിട്ട്. അതായത് ഇവരുടെ എൻവയോൺമെൻറ്റൽ കൺസർവേഷനെ കണക്കിലെടുത്തുകൊണ്ട് പത്മശ്രീ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദരിച്ചിട്ടുണ്ട്. ആൻഡ് കീ വാല്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെൽഫ്ലെസ്നെസ് ആണ്. ആൻഡ് എൻവയോൺമെൻറ്റലിസം ആൻഡ് ഡെഡിക്കേഷനൊക്കെ എന്താണ്? ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്നാണ് ന്യൂസിൽ വരാൻ കാരണം. എ 31 member ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി JPC ഫോംഡ് ടു റിവ്യൂ ദ ബിൽസ് റിലേറ്റഡ് ടു 1 nation 1 election. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ഇന്ത്യയിൽ പുതിയ അമെൻമെൻറ്റ് വരാൻ പോവാണല്ലേ. എന്ത് പേരിൽ? 1 nation 1 election എന്നുള്ള പേരിലല്ലേ. അതായത് ലോകത്തല്ല, ഇന്ത്യയിൽ മൊത്തം എന്ത് ചെയ്യുക? ഒരേ സമയത്ത് എല്ലാ ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് ലോക്സഭ ഇലക്ഷൻ, അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ് ഇലക്ഷൻ. ഇത് മൂന്നും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1 nation 1 ഇലക്ഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ലോകസഭയിൽ നിന്ന് 21 ആളുകളും രാജ്യസഭയിൽ നിന്ന് 10 ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇവർ പ്രധാനമായിട്ടും 2 ബില്ലുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ 129th അമെൻമെൻറ്റ് ബിൽ 2024, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024. ഈ 2 ബില്ലുകളാണ് ആര് ഡിസ്കസ് ചെയ്യുന്നത്? ഇവർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി JPC കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ആഡ് ഹോക്ക് ബോഡിയാണ്. ഓക്കെ, എന്താണ് ആഡ് ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിന് ഒരു സ്പെസിഫിക് ടൈമിലേക്കാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന പ്രത്യേക മോഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരമൊരു കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ മെമ്പേഴ്സ് ആരൊക്കെ വേണം, അതുപോലെ തന്നെ ഇവർ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടണമെന്ന് തീരുമാനിക്കുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? പാർലമെൻ്റ് ആയിരിക്കും. ഇനി ഈ JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പറയുന്നത് കേൾക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബാധ്യസ്ഥരല്ല. റെക്കമെൻഡേഷൻസ് കൊടുക്കാനുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ? ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ദിവസത്തെ കറണ്ട് അഫെയർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.